ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോഡ്ലെസ് ലാൻഡ് ഫോണാണ്. ഒരു നമ്മുടെ മോട്ടോറോളയുടെ ഒരു കോഡ്ലെസ് ഫോണാണ്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങിയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു BSNL ഫൈബറിനെ കുറിച്ച് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ച കിട്ടുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ BSNLൻ്റെ ഫൈബറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ കൂടെ നമുക്ക് ഈ വോയിസ് ഓവർ ഫോൺ ലോക്കൽ ആൻഡ് STD ഫ്രീ ആണ്. അപ്പോൾ ഇവർ ഫോൺ എന്തായാലും തരാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ അവരുടെ ഇപ്പോൾ സ്ഥിതി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫോൺ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇതിൻ്റെ പ്രൈസ് 1999 ആണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് പാനസോണിക് ഉണ്ട്, പിന്നെ ബീറ്റലുണ്ട്. അപ്പോൾ ഞാനിത് മൂന്നും നോക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്ന് ഫസ്റ്റ് നോക്കിയതാണ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും കണക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോഴൊരു ഓൾറെഡി ഒരു നമ്മുടെ നോർമൽ ലാൻഡ് ഫോണിൻ്റെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അതിൻ്റെ ബോക്സ് ഇതാണ്. ക്ലിയർ അടിക്കേണ്ട ഇതിപ്പോൾ കറക്റ്റ് ഫോക്കസ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ മോട്ടറോള T2011 എന്നാണ്. ഇപ്പോൾ ഡിജിറ്റൽ കോഡ്ലെസ് ടെലിഫോൺ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ. പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ 15 mm നമ്പർ ഫോൺ ബുക്ക് ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ബ്രൈറ്റ് ബ്ലാക്ക് ഡിസ്പ്ലേ ആണ്, ലൈറ്റ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഹാൻഡ്സ് ഫ്രീ സ്പീക്കർ ഫോൺ ഉള്ളതുമാണ് അതിൻ്റെ ഫീച്ചർ. പിന്നെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2495 MRP കാണാം. പിന്നെ ഇൻസൈഡ് ദ ബോക്സ് കോഡ്ലെസ് നമ്മുടെ ഹാൻഡ്സെറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ബേസ്, പിന്നെ പവർ അഡാപ്റ്റർ, പിന്നെ 2 റീചാർജബിൾ ബാറ്ററി, പിന്നെ ഒരു ടെലിഫോൺ ലൈൻ കോഡ്, പിന്നെ ഒരു യൂസർ ഗൈഡ്. അപ്പോൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത് ഓഫ് ഇമ്പോർട്ട് കാണാം. അപ്പോൾ ഇമ്പോർട്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ മിക്കതും ചൈന തന്നെ ആയിരിക്കും കേട്ടോ മാനുഫാക്ചറിങ്. അപ്പോൾ 8/2019 ആണ്. ഒരു കൊല്ലമായതാണത്. ആമസോണിൽ വാങ്ങിയതാണത്. നിങ്ങൾക്കറിയാം, ഇതൊക്കെ കാണാം ആമസോണിൻ്റെ ഇത്. ഇപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് അവരുടെ ആമസോണിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഈ ഫീച്ചർ നമുക്ക് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. നമ്മുടെ ഫ്രണ്ടിൽ വായിച്ചാൽ അതേ തന്നെയാണ് ഇവിടെയും. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 2 കളർ അവൈലബിൾ ആണ്. ഇത് വൈറ്റ് ആണ് കേട്ടോ. ബ്ലാക്ക് കിട്ടിയില്ല, ബ്ലാക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ വൈറ്റ് നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ചളിയൊക്കെ ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സൈഡിലായിട്ട് അതിൻ്റെ നമ്മുടെ ഫോൺ ഇരിക്കേണ്ടത്. ഇത് നമ്മുടെ ഏകദേശം പണ്ടത്തെ ഫസ്റ്റ് ഇറങ്ങിയ ഫോണില്ലേ, നമ്മുടെ മൊബൈൽ ഫോൺ, അതേ മോഡലാണ് കേട്ടോ. നമ്മൾ പണ്ട് നോക്കിയൊക്കെ ഇറങ്ങിയാണെന്നില്ലേ, അതേ സ്റ്റൈലാണ്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കീരിയൽ കോഡൊന്നും ഇല്ല. അപ്പോൾ പണ്ട് കോഡ്ലെസ്സിന് കീരിയൽ കോഡൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഫുൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ബാറ്ററിനുള്ളിലുണ്ടെന്നാണ് പറയണത്. നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് അതിന് മുമ്പ് ബേസ് എടുക്കാം. ഇതാണ് അതിൻ്റെ ബേസ്. ഒരു വൈറ്റ് കളർ ബേസ് തന്നെയാണ്. ഇത് കളർ വൈറ്റ് ആണെന്നുള്ളൂ, അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ വെക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്ത് ബോക്സുള്ളത് നോക്കാം. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്കൊരു പവർ കേബിൾ കാണുന്നുണ്ട്. ഒരു പവർ കേബിൾ ഉണ്ട്. ഇത് പക്ഷേ പിന്നെ ഇങ്ങനത്തെ പിന്നാണ് കണ്ടു. പിന്നെ നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാനുള്ള ഇഥർനെറ്റ് കേബിളും ഉണ്ട്. ടെലിഫോൺ ലൈൻ കോഡ് ഉണ്ട്. ടെലിഫോൺ ലൈൻ കോഡ് ഉണ്ട്. ഇതിൽ എല്ലാം വൈറ്റ് ആണ് കേട്ടോ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ 2 ബാറ്ററി ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നത് റിട്ടേൺഡാന്ന് തോന്നുന്നുണ്ട്. വെച്ചാൽ ബാറ്ററി പൊട്ടിച്ചിട്ടുണ്ട് സീലിൽ നിന്ന്. റിട്ടേൺഡ് പ്രൊഡക്റ്റാന്ന് തോന്നുന്നുണ്ട്. സീൽ പൊട്ടിക്കിടക്കണുണ്ടോ. പിന്നെ നമുക്ക് ഗൈഡ് ഈ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ മോട്ടോറോളയുടെ ഗൈഡ്. അപ്പോൾ T21 സീരീസ് അവൻ്റെ എഴുതിയിട്ടുണ്ട്. ഇവർക്ക് കുറേ സീരീസ് ഉണ്ട്. T2011, T2022, T2031, T2041 അങ്ങനെ ഇതുണ്ട്. പിന്നെ ചാർജ് ഹെഡ്സെറ്റ് ഫോർ 16 hours ബിഫോർ യൂസ്, ഫസ്റ്റ് യൂസിന് എഴുതിയിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്കിതിൽ വെക്കാം. ഇതൊക്കെ അതിലേക്ക് വെക്കാം. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളത് നമുക്ക് ലാൻഡ് കേബിൾ വെക്കാം. നമുക്കിനി പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്തിട്ട് ഇതൊക്കെ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമുക്കിതൊക്കെ ഇതിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഇതാണ് മെയിൻ ഫോൺ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബാക്കിൽ ബാറ്ററി ഇടാനുള്ളതുണ്ടായിരിക്കും. നമുക്കിതൊന്ന് കളയാം. അത് തന്നെ ബാറ്ററി ഇടുന്ന പോർട്ടാണ് കേട്ടോ. നമ്മുടെ നോർമൽ AAA ബാറ്ററിയാണ്. അത് ബോക്സിൽ പ്രൊവൈഡറാണ്. പക്ഷേ ബാറ്ററിക്ക് കമ്പനിയൊന്നും ഇല്ല കേട്ടോ. സീൽഡ് റീചാർജബിൾ നിക്കൽ മാഗ്നീഷ്യം സെല്ലിന് എഴുതിയിട്ടുണ്ട്. നമുക്കിത് അതിൽ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ PRC, ചൈന തന്നെയാണ്. ചൈന ഇല്ലാത്ത കളിയില്ല, അങ്ങനത്തെ സ്ഥിതിയാണ് ഇപ്പോൾ. എന്തായാലും നമ്മൾ ഇട്ടുണ്ട്. ഒരു ബീപ്പ് സൗണ്ട് കേട്ടു. നിങ്ങൾ കേട്ടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ സെർച്ചിങ് നെറ്റ്വർക്കിനായിട്ട് വരുന്നുണ്ട് ബാറ്ററി ഇട്ട കാരണം. ഇതാണ് എൻ്റെ ലൈറ്റ്. ഇപ്പോൾ MT. ഇത് നമ്മുടെ ഫോൺ ബുക്ക് എടുക്കാനുള്ളതാണ്. ബ്ലൂ ലൈറ്റാണ് കേട്ടോ. മെയിൻ നോക്കാം നമുക്ക്. ഇപ്പോൾ MT എന്നാണ് വരുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ലൗഡ് സ്പീക്കർ ഓണാക്കളാണ്. ഇത് നോർമൽ കണക്ഷൻ. ഇത് ഫോൺ ബുക്ക് സെർച്ച് ചെയ്യാനുള്ളത്. മെനു വരുന്നില്ല. അതാ ഫോൺ ബുക്ക് വന്നു. സെറ്റപ്പ്
ഹാൻഡ്സെറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. ബ്ലൂ ടൈം ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കളറ് മാത്രമേ കുഴപ്പമുള്ളൂ. ചളിയാവാണ്ട് നോക്കണം, അല്ലെങ്കിൽ ആകെ വൃത്തികേടാവും. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നല്ലതായിട്ട് വരുന്നുണ്ട്. ഇത് ഇതാണ് ലൗഡ് സ്പീക്കർ, ഇത് നമ്മുടെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസ് നോക്കാം. ബേസ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഡോക്ക് ഇവിടെ വരേണ്ടത്. പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മെയ്ഡ് ഇൻ PRC ഡിജിറ്റൽ കോഡ്ലെസ് T2011. ഇത് നമ്മുടെ പവർ കോഡിൻ്റെ, ഇത് നമ്മുടെ ഫോൺ ലൈൻ കേബിൾ കണക്ട് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഇത് റീസെറ്റ് ബട്ടണുമാണ്. പിന്നെ വോയിസ് കൂട്ടാനുള്ളതാണ്, റീസെറ്റ് അല്ല. പിന്നെ ഇത് നമ്മുടെ വയർ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ കാണാണ്ടിരിക്കാനുള്ള വെക്കാനുള്ള ടൈപ്പാണിത്. അതങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ നല്ല കാണാൻ ലുക്കുണ്ട്. നമ്മുടെ ഈ സ്റ്റാൻഡ് നല്ല ലുക്കുണ്ട്. ഒരു വെറൈറ്റി സ്റ്റാൻഡാണ്. ഒരു ഇങ്ങനെ ലെഗ് പോലത്തെ സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ അഡാപ്റ്റർ ഇതാണ്, വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ എന്ന് പറയുന്നത് 7 വാട്ട് 0.3 ആംപിയറാണ്. പിന്നെ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ അതിൻ്റെ ഈ കുത്തണ സാധനം നമ്മുടെ ടെലിഫോൺ ലൈനിൻ്റെ കേബിളിൻ്റെ എൻഡ് പോലെ തന്നെയാണ്. അതാണ് ഒരു വ്യത്യാസം കാണുന്നത്. വേറെയൊക്കെ സെയിം, അത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് തന്നെയാണ് കേട്ടോ. ഇതിൽ ഓൾറെഡി ചാർജ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് സെർച്ചിങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ലാൻഡ് ഒന്ന് കുത്തി നോക്കാം. വർക്ക് ചെയ്യുമെന്നറിയില്ല, വർക്ക് ചെയ്യേണ്ടതാണ്. നമ്മുടെ നോർമൽ ലാൻഡ് ഫോണിൻ്റെ വയർ കുത്തിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും സെർച്ചിങ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് റേഞ്ച് ഇല്ലാണ്ടാണോ അത് ഫോണിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. അതിപ്പോൾ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. ഇപ്പോൾ എന്തായാലും സെർച്ചിങ് തന്നെ കാണിക്കുന്നത്, റേഞ്ച് കാണിക്കുന്നില്ല. ഫോൺ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കാണുമ്പോഴും ലുക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മൈക്കും ഉണ്ട് താഴെയായിട്ട്. പിന്നെ മോട്ടോറോള ലോഗോ ഉണ്ട് ഇവിടെ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഈ സൈഡിൽ ഇത് സ്പീക്കറിൻ്റെ സൗണ്ട് വരാനുള്ളതെന്നുണ്ട്. അല്ല, നമ്മുടെ റിങ് ഒക്കെ അടിക്കുമ്പോൾ വരാനുള്ള സൗണ്ട് സ്പീക്കർ ഔട്ട്പുട്ടാണെന്നുണ്ടത്. വേറെ ഒന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ അതിൻ്റെ ബ്ലാക്ക് ആയിരുന്നാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. വൈറ്റ് ആകുമ്പോൾ ഫസ്റ്റ് ബോക്സ് തുറക്കുമ്പോൾ ഭംഗിയുണ്ട്. പക്ഷേ എത്ര കാലം ഇത് ലാസ്റ്റ് ചെയ്യുന്നറിയില്ല. അത് കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കണക്ഷൻ കിട്ടിയിട്ട് ഞാൻ വേറെ 2 മോഡൽ കൂടി നോക്കുന്നുണ്ട്. ബീറ്റലിൻ്റെയും ഒരു പാനസോണിക്കിൻ്റെയും നോക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാം. എന്നിട്ട് ഞാനിപ്പോൾ BSNL എൻ്റെ ഫൈബർ കണക്ഷൻ കിട്ടിയിട്ട് അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. അതിൻ്റെ വോയിസ് ഓവറിൻ്റെ കോൾസൊക്കെ എങ്ങനെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് അപ്പോൾ അതിനൊരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ലാൻഡ് ഫോൺ കോഡ്ലെസ് നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ മോട്ടോറോള ഒന്ന് നോക്കാനുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ലുക്കുണ്ട്. പക്ഷേ നിങ്ങൾ വൈറ്റ് നോക്കണ്ട അധികം. വെച്ചാൽ ഈ ലുക്ക് ഇപ്പോഴും കിട്ടാൻ വഴിയില്ല. എന്ന് വെച്ചാൽ വൈറ്റായ കാരണം വേഗം ചളി പിടിക്കും. പിന്നെ അത്യാവശ്യം ചളി പിടിക്കുന്നുണ്ട് പെട്ടെന്ന്. അതെന്ന് വെച്ചാൽ പ്യുവർ വൈറ്റ് കളറാണ്. അപ്പോൾ ഒരു മിൽക്കി അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല. ഇപ്പോൾ ബ്ലാക്ക് അവൈലബിൾ ആണെന്ന് നോക്കിക്കോളൂ. പിന്നെ കുറച്ച് റേറ്റ് കുറവാണ്, 1990 രൂപയുള്ളൂ. പാനസോണിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. 2400 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അത് വരെ കുറേ മോഡലുണ്ട്. ഇവരുടെ കുറച്ച് മോഡലുള്ളൂ. പിന്നെ ബീറ്റിലാണുള്ളത്. ബീറ്റിൽ പക്ഷേ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. മോട്ടോറോള ഇത് 1 ഇയർ വാറൻ്റി ഉള്ളത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.